പ്രേക്ഷകരെ, വിജയുടെ ഭാര്യ സംഗീത വിജയ്ക്കെതിരെ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നു. നമ്മളെ പറ്റിയാ പറഞ്ഞത്, നമ്മളെ പറ്റിയല്ല, നിന്നെ പറ്റി. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഈ ഡിവോഴ്സിന് കാരണം എന്താണെന്നാണ് സംഗീത കൃത്യമായി പറയുന്നു. അഡൾട്ടറി കോസ് ആണ് കാരണം. അതായത് നടൻ വിജയ്ക്ക് മറ്റൊരു ബന്ധം. നിനക്കതൊക്കെ എങ്ങനെ സാധിക്കുന്നു? ഇതെല്ലാം കൂടി നീ എങ്ങനെ മാനേജ് ചെയ്യും ഗോപാലേഷ? ഒരു നടിയുമായി വിജയ്ക്ക് മറ്റൊരു അവിഹിത ബന്ധമുണ്ടെന്ന് പറയുന്നത് ഭാര്യയായ സംഗീതയാണ് ഫയൽ ചെയ്യുന്നത്. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ചില മുഖംമൂടികൾ അഴിഞ്ഞു വീണു ഗോപാല. Though the respondent initially assured that he would end the relationship, കയ്യോടെ തൂക്കി എന്നിട്ട് പറയുന്നു ഞാൻ ഇത് അവസാനിപ്പിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പോലും he continued. ജനസംസാരം അങ്ങനെ എന്റെ എല്ലാ മാനവും പോയി. ഈ കീർത്തി സുരേഷിന്റെ വിവാഹത്തിന് വന്ന സമയത്ത് ഒരു പ്രൈവറ്റ് ജെറ്റിലാണ് ഇവർ വരുന്നത്. ആദ്യത്തെ 2 പേര് ഈ വിജയുടെയും തൃഷയുടെയും പേരാണ്. എനിക്ക് തന്നെ വിശ്വാസമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. ഈ തൃഷ ഇടയ്ക്കിടയ്ക്ക് സോളോ ട്രിപ്പ് പോകാറുണ്ട്. സോളോ ട്രിപ്പ് ആണെന്നും പറഞ്ഞ് പോകുന്ന ട്രിപ്പിനകത്ത് എല്ലാം വേറെ ഒരാളുടെ സാന്നിധ്യം പലരും നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ഒരു കൈവതം വേണ്ട വേണ്ട, നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഇത് വാരിസിന്റെ സക്സസ് പാർട്ടിയാണ് ഇവരെല്ലാരും കൂടെ ഉള്ളത്. ആ സിനിമയ്ക്കകത്ത് അഭിനയിച്ച ടീംസ് എല്ലാരും കൂടെ ഉള്ളത്. സെയിം ലൊക്കേഷനിൽ തൃഷയും കണ്ടിട്ടുണ്ട്. ദാണ്ടേ പറ്റിപ്പോയി സാറേ, പറ്റിപ്പോയി. എന്നാലും ഇവൻ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? ഇതാണ് മറ്റേ ഷൂവിന്റെ ഇമേജ് ലീക്ക് ആയിട്ടുള്ളത്. ഇത് ആ ഒരു ട്രിപ്പിനകത്താണെന്ന് തോന്നുന്നു. ഈ ഷൂ വിജയുടെ ആണ് എന്നുള്ള തരത്തിൽ അന്ന് ആളുകൾ തപ്പിയെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പിക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ സെയിം ഷൂ ഇട്ടുണ്ടാണ് വിജയ് അവിടെ നിൽക്കുന്നത്. വീട്ടിൽ കയറി വന്ന് എന്റെ ഉണ്ണിയെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. തർക്കിക്കണ്ടമ്മേ, ശരിയാ മോനെ, അതെല്ലാം ഒരു ഫാബ്രിക്കേറ്റഡ് വീഡിയോസിനും എന്നെ എന്റെ ഭാര്യയും തകർക്കാനാകില്ല.